ഹായ് ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കോഴിക്കോട് കോട്ടയം ജില്ലകളിലായി നടന്ന LDC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് എത്ര ചോദ്യങ്ങൾ എന്തെല്ലാമാണ് ചോദിച്ചത് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി. നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചായിരുന്നു, കേരള മന്ത്രിസഭ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര മന്ത്രിസഭയും നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഉറപ്പായിട്ടും കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ കേരള മന്ത്രിസഭ എല്ലാ ചോദ്യം പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ കോട്ടയം കോഴിക്കോടുകാർക്ക് ലഭിച്ചത് കേരള മന്ത്രിസഭയിൽ നിന്നാണ്. വളരെ നല്ലൊരു ചോദ്യം തന്നെയായിരുന്നു. കേരളത്തിലെ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി. ഓപ്ഷൻസ് നോക്കാം. ശ്രീ കെ രാധാകൃഷ്ണൻ, ശ്രീ കെ കൃഷ്ണൻകുട്ടി, ശ്രീ ബാലഗോപാലൻ, അഡ്വക്കേറ്റ് കെ രാജൻ. എല്ലാവരും കേരള മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെയാണ്. ശ്രീ കെ രാധാകൃഷ്ണൻ മാത്രം അംഗമായിരുന്നു. നമ്മൾ അതിൻ്റെ ഫാക്റ്റൊക്കെ പറഞ്ഞതാണ്. ആൻസർ ഏതാണെന്ന് നോക്കാം. ആൻസർ ഡി ആണ്. ശ്രീ കെ രാജനാണ് നിലവിലെ കേരള റവന്യൂ വകുപ്പ് മന്ത്രി. കെ കൃഷ്ണൻകുട്ടി ആരാണ്? നമ്മുടെ വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. ഓപ്ഷനിലെ കെ കൃഷ്ണൻകുട്ടി നിലവിലെ വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി. കെ എൻ ബാലഗോപാലൻ നിലവിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. കേരള ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാലൻ. ഓർത്തിരിക്കുക, നമ്മൾ എല്ലാ മന്ത്രിമാരും എല്ലാ വകുപ്പുകളും നമ്മൾ പഠിച്ചതാണ്. ക്ലാസ് കാണാത്തവർ തീർച്ചയായും ആ ക്ലാസ് കണ്ടിട്ട് ഇനി വരുന്ന എക്സാമുകളെ നേരിടുക. ഇനി LGS വരുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ നിലവിലെ മന്ത്രിസഭയും കേന്ദ്ര മന്ത്രിസഭയും തീർച്ചയായും അറിഞ്ഞിരിക്കണം. ക്ലാസ് കാണാത്തവർ ഉറപ്പായും കാണുക. അടുത്ത ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഈ ചോദ്യം ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ്? ഇതൊരു കറണ്ട് അഫയേഴ്സ് തന്നെയാണ്. ശക്തികാന്ത ദാസ് ആണ് ആൻസർ. ഒത്തിരി നാളായിട്ട് അദ്ദേഹം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോയിന്റ്മെന്റ്സ് ഞാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ. ഓപ്ഷൻസ് നോക്കാം. ഊർജിത് പട്ടേൽ, ഡി സുബ്ബറാവു, ശക്തികാന്ത ദാസ്, രഘുറാം രാജൻ. ഇവരെല്ലാവരും തന്നെ RBI ഗവർണർ ആയിട്ടുള്ള വ്യക്തികളാണ്. നിലവിലേത് നമുക്കെല്ലാവർക്കും അറിയാം. ഓപ്ഷൻ സി, ശക്തികാന്ത ദാസ് ആണ്. ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് സ്ഥാപിതമായിട്ട് 90 വർഷം, എത്രയാണ്? 90 വർഷങ്ങളായിരിക്കുകയാണ്. റിസർവ് ബാങ്ക് സ്ഥാപിതമായിട്ട് 90 വർഷമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം പരീക്ഷയിൽ വന്നത്. റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഗവർണർ ആരാണ്? ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ആണ് റിസർവ് ബാങ്കിന്റെ ആദ്യ ഗവർണർ. റിസർവ് ബാങ്കിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും തീർച്ചയായും കാണുക. കാരണം റിസർവ് ബാങ്ക് 90 വർഷത്തിലേക്ക് കടക്കുകയാണ്. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? നിർമ്മല സീതാരാമൻ, അരുൺ ജെയ്റ്റ്ലി, പി ചിദംബരം, നരേന്ദ്രമോദി. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നിർമ്മല സീതാരാമനാണ്. 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതും നിർമ്മല സീതാരാമനാണ്. അതുപോലെ തന്നെ 2023-24 കേന്ദ്ര ബജറ്റും ഇടക്കാല ബജറ്റും അവതരിപ്പിച്ചതും നമ്മുടെ നിലവിലെ കേന്ദ്ര ധനകാര്യ മന്ത്രിയായ നിർമ്മല സീതാരാമനാണ്. ഓർത്തിരിക്കുക, 2022-23, 2023-24 ഇടക്കാല ബജറ്റും 2023-24 കേന്ദ്ര ബജറ്റും അവതരിപ്പിച്ചത് ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. 2023-24 ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. 2023-24 കേന്ദ്ര ബജറ്റ് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ ബജറ്റിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാണ് പോയത്. എന്നിരുന്നാലും ഒന്നും കൂടി കുറച്ച് പോയിന്റ്സ് നമുക്ക് നോക്കാം. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് PC മെഹ്ലനോബിസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് ജെയിംസ് വിൽസൺ. ആരാണ്? ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്.
അത് സ്വതന്ത്ര ഇന്ത്യ അല്ലായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയാണ്. 1860 ജെയിംസ് വിൽസൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നത്. 1860 അങ്ങനെയെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് R.K. ഷൺമുഖം ചെട്ടി. ആരാണ്? R.K. ഷൺമുഖം ചെട്ടിയാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ഡോക്ടർ ജോൺ മത്തായി. ആരാണ്? ഡോക്ടർ ജോൺ മത്തായി ആണ് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റ് പഠിപ്പിച്ചപ്പോൾ ഈ പോയിന്റിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയതാണ്. ഇനിയും ഒത്തിരി പോയിന്റുകളുണ്ട്, ആ ക്ലാസ്സിൽ എല്ലാം എടുത്തിട്ടുമുണ്ട്. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നിലവിലെ അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ആരാണ് നിലവിലെ കേരള വനിതാ കമ്മീഷണർ. ആരാണ്? സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ചെയർപേഴ്സൺ ശ്രീമതി സതി ദേവിയാണ്. ചെയർപേഴ്സൺ ശ്രീമതി സതി ദേവിയാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് രൂപീകൃതമായത്. സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് രൂപീകൃതമായത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ, കമ്മീഷന് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ ഇന്ന് വരെയെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വനിതാ കമ്മീഷൻ ഒരാൾക്ക് തടവ് ശിക്ഷ വിധിച്ചു അല്ലെങ്കിൽ ഒരാൾക്ക് വധശിക്ഷ വിധിച്ചു എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കമ്മീഷൻ, വനിതാ കമ്മീഷൻ എന്നല്ല, നമുക്ക് മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ബാലാവകാശ കമ്മീഷനുണ്ട്, വിവരാവകാശ കമ്മീഷനുണ്ട്, അങ്ങനെ ഒത്തിരി കമ്മീഷനുകൾ നമുക്കുണ്ട്. ഇതിൽ ഏതെങ്കിലും കമ്മീഷൻ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചതായിട്ട് നമ്മുടെ ആരുടെയും അറിവിലില്ല. കാരണം ഈ കമ്മീഷൻ ഒന്നും തന്നെ ഒരു ശിക്ഷാ നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. മുന്നേ ഇതുപോലെ ഒരു എക്സാമിന് നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയുള്ള വസ്തുതകളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ്? ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന്. ഓർക്കുക, ഒരു കമ്മീഷനും ഒരു രീതിയിലുമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുവാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ഓൺലി 1 and 3 ആണ് ശരിയായിട്ടുള്ള. ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി. ഓപ്ഷൻ ബി 1ഉം 3ഉം ആണ്, ഇതല്ല. ഓപ്ഷൻ സി 1 and 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ അപ്പോയിന്റ്മെന്റ്സ് തന്നെ 2 എണ്ണമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒന്ന് വനിതാ കമ്മീഷണർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞു. അടുത്തതായിട്ട് മനുഷ്യാവകാശ കമ്മീഷനാണ്. അടുത്തതായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഒന്നാമത്തെ പ്രസ്താവന, എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശരിയാണോ? എ ഷാജഹാനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ശരിയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് പ്രധാന ധർമ്മം. ശരിയാണോ? കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണോ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്? ആണോ? അല്ല. എല്ലാ നിയമസഭകളിലേക്കും, എല്ലാ സംസ്ഥാന നിയമസഭകളിലേക്കും ലോക്സഭാ ഇലക്ഷനും ഒക്കെ നടത്തുന്നത് ആരാണ്? കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പും നടത്തുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ധർമ്മം തന്നെ അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ഓപ്ഷൻ 3 ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്, 2 തെറ്റാണ്. അങ്ങനെയുള്ള നമ്മുടെ ഓപ്ഷൻ നോക്കാം. 1, 3 ശരി. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നൊബേൽ 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ആര്? നൊബേലൊക്കെ
ഇവിടെ എടുത്തിട്ടുള്ളതാണ്. ആർക്കാണ് കിട്ടിയത്? 2023 വൈദ്യശാസ്ത്ര നൊബേൽ. എന്തിനെന്നുകൂടി ഓർത്തിരിക്കുക, കോവിഡിനെതിരെ mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. അപ്പോൾ ഇനി അടുത്ത പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യം ഇതായിരിക്കും. 2023 വൈദ്യശാസ്ത്ര നൊബേൽ നേടിയ വ്യക്തി ഈ ആളാണ്. എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ പ്രൈസ് കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും കർപ്പിക്കുക, കോവിഡിനെതിരായ mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. അങ്ങനെയെങ്കിൽ അത് ആരാണ്? ഓപ്ഷനിലേക്ക് നോക്കാം. സ്വാൻഡെ പാബോ, കാറ്റലിൻ കാരിക്കോ, പിയർ അഗസ്റ്റീനി, ജോൺ ഫോസെ. ഇതിലാരാണ്? കാറ്റലിൻ കരിക്കോ. കാറ്റലിൻ കരിക്കോയാണ് 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹയായ വ്യക്തി. അദ്ദേഹം കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചു. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ഓപ്ഷൻസ് നോക്കാം. കൻഹ ദേശീയോദ്യാനം, കൻഹ ദേശീയോദ്യാനം, ഹെമിസ് ദേശീയോദ്യാനം, കുനോ ദേശീയോദ്യാനം, ബന്ദിപ്പൂർ ദേശീയോദ്യാനം. ഇതിലേതാണ്? കൻഹ, ഹെമിസ്, കുനോ, ബന്ദിപ്പൂർ. ഏതാണ്? ഓപ്ഷൻ സി, കുനോ ദേശീയോദ്യാനമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ചീറ്റ പദ്ധതി, പ്രോജക്ട് ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ പുനരധിവസിപ്പിച്ചത് കുനോ ദേശീയോദ്യാനത്തിലാണ്. കുനോ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കുനോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. വംശനാശം സംഭവിക്കുന്ന ചീറ്റയുടെ വംശത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആക്ഷൻ പ്ലാൻ ഫോർ റീഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റ ഇൻ ഇന്ത്യ. എന്താണ്? ആക്ഷൻ പ്ലാൻ ഫോർ റീഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചീറ്റയ്ക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ആക്ഷൻ പ്ലാൻ ഫോർ റീഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റ ഇൻ ഇന്ത്യ. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വംശനാശം സംഭവിച്ച ചീറ്റകളുടെ വംശത്തെ 5 വർഷത്തിനുള്ളിൽ തിരികെ എത്തിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? വംശനാശം സംഭവിച്ച ചീറ്റകളുടെ വംശത്തെ 5 വർഷത്തിനുള്ളിൽ തിരികെ എത്തിക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ എന്തായിരുന്നു പദ്ധതി? ആക്ഷൻ പ്ലാൻ ഫോർ റീഇൻട്രൊഡക്ഷൻ ഓഫ് ചീറ്റ ഇൻ ഇന്ത്യ. പദ്ധതി നടപ്പിലാക്കുന്നത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് എന്ന് ഓർത്തിരിക്കുക. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ശലഭം പദ്ധതിയാണ് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഓർക്കുക, ചന്ദ്രയാനും ചന്ദ്രയാൻ 3യും ആദിത്യ L1 ഒന്നും പഠിക്കാത്തവർ ഉറപ്പായിട്ടും ക്ലാസ് കണ്ട് അതിനെ ഉറപ്പിച്ചു തന്നെ പോവുക. ഈ കഴിഞ്ഞ എല്ലാ പരീക്ഷകളിലും ആദിത്യ L1നും ചന്ദ്രയാനിൽ നിന്നും ഓരോ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ചന്ദ്രയാൻ 1ഉം 2ഉം 3യും എല്ലാം ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ആ ക്ലാസ് കൃത്യമായിട്ട് കണ്ട് നോട്ട് ചെയ്ത് പഠിച്ചു തന്നെ പോവുക. ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ഒത്തിരി പരീക്ഷകളിൽ ചോദിച്ചു കഴിഞ്ഞു. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓപ്ഷൻ ഡി ആണ് PSLV C-53. ഇതിന്റെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, നമുക്കത് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്ത്? ഇതും അതുപോലെ തന്നെയാണ്, നമ്മൾ പാടി പഠിച്ച ഒരു കഥ പോലെയായി. എന്താണ്? ചന്ദ്രയാൻ 3യും ആദിത്യ L1ഉം ഒക്കെ. ഇനി ചന്ദ്രയാൻ 1ഉം 2ഉം എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചിരിക്കുക. വരുന്ന എക്സാമിന് നിങ്ങൾക്ക് അത് ഒത്തിരി ഗുണം ചെയ്യും. ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്ത്? ഓപ്ഷൻ എ വിക്രം, ഓപ്ഷൻ ബി പ്രഗ്യാൻ, ഓപ്ഷൻ സി അപ്പോളോ, ഓപ്ഷൻ ഡി ഗഗൻയാൻ. എന്താണ്? ഓപ്ഷൻ ബി ആണ്, പ്രഗ്യാൻ ആണ്. റോവർ പ്രഗ്യാൻ ആണ്. ലാൻഡർ ഏതാണ്? ലാൻഡർ വിക്രമാണ്. ഗഗൻയാൻ എന്താണ്? ഗഗൻയാൻ നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും പഠിക്കുക. ഗഗൻയാൻ എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് ഗഗൻയാൻ. പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം ഗ്രാഫൈറ്റ്, ഡയമണ്ട്, കാർബൺ നാനോ ബെഡുകൾ,
കോക്ക്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ഇത് ഒരുപക്ഷെ നമുക്ക് പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഉറപ്പായിട്ടും കറുപ്പിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. കാരണം ഗ്രാഫൈറ്റ് കാർബണിന്റെ രൂപാന്തരം തന്നെയാണ്, പക്ഷേ അതൊരിക്കലും പുതുതായി കണ്ടുപിടിച്ചതല്ല. ഡയമണ്ടും കാർബണിന്റെ ഒരു രൂപാന്തരമാണ്, അത് പുതുതായി കണ്ടുപിടിച്ചതല്ല. കോക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. കാർബൺ നാനോ ബഡുകൾ. കാർബൺ നാനോ ബഡുകളാണ് പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരം. ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? നൊബേൽ സമ്മാനം പഠിക്കാത്തവരും പഠിക്കുക. ഓപ്ഷൻ എ മൗങ്കി ജി ബിവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സേ കിമോവ്. നല്ല പേരുകൾ. ഓപ്ഷൻ ബി ക്ലോഡിയ ഗോൾഡിൻ, പിയർ അഗസ്റ്റീനി, നർഗീസ് മുഹമ്മദി. ഓപ്ഷൻ സി ഡേവിഡ് കാർട്ട്, ബെൻ എസ് ബെർനാൻകെ, പിയർ അഗസ്റ്റീനി. ഓപ്ഷൻ ഡി ആൻ എൽ ഹുള്ളിയർ, കഫറല്ലി, ഫെറൻ ക്രൗസ്. ഇവരിൽ ആരാണ് 2023 രസതന്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്? ആർക്കാണ്? മൗങ്കി ജി ബവണ്ടി, ലൂയിസ് ബ്രസ്, അലക്സേ കിമോവ്. ഇവർക്കാണ് 2023 രസതന്ത്ര നൊബേൽ ലഭിച്ചത്. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം എന്താണ്? ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ എല്ലാവർക്കും ചാറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടല്ലോ, ആ ആളാണ്. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനമാണ് മെറ്റ AI. എന്താണ്? മെറ്റ AI ആണ് ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ഇത് ഓപ്ഷൻസിന്റെ ഒന്നും ആവശ്യമില്ല. ഓപ്ഷനിൽ ചാറ്റ് GPT, ജെമിനി, കോപൈലറ്റ് ഒക്കെ ഉണ്ട്. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം മെറ്റ AI ആണ്. നമ്മൾ ഇതിനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, കാണാത്തവർ തീർച്ചയായും കാണുക. അടുത്തത് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. പുന്നമടക്കായലിൽ ജലരാജനായി കാരിച്ചാൽ ചുണ്ടൻ. സംഭവം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുന്നമടക്കായലിൽ ജലരാജനായി കാരിച്ചാൽ ചുണ്ടൻ. പുന്നമടക്കായലിൽ എന്താണ് നടക്കുന്നത്? പുന്നമടക്കായലിൽ നടക്കുന്നത് നെഹ്റു ട്രോഫിയാണ്. നെഹ്റു ട്രോഫിയാണ് പുന്നമടക്കായൽ നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അഷ്ടമുടിക്കായൽ നടക്കുന്നത് എന്താണ്? അഷ്ടമുടിക്കായൽ നടക്കുന്നത് പ്രസിഡന്റ്സ് ട്രോഫിയാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടിക്കായൽ. ഒരു ചെറിയ കോഡുണ്ട്, പറഞ്ഞു തരാം. വേണമെന്നുള്ളവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കണ്ട. അഷ്ടിക്ക് വകയില്ലാത്ത പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക. അഷ്ടിക്ക് വകയില്ലാത്ത പ്രസിഡന്റ്. കാരണം ഈ വള്ളംകളി നടക്കുന്ന കായലുകൾ നമുക്ക് ഏറെ പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങനെയാണ് ഓർത്തു വെക്കുന്നത്. അഷ്ടിക്ക് വകയില്ലാത്ത പ്രസിഡന്റ്. അഷ്ടമുടി കായലിലാണ് പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിജയിച്ചിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചരിത്രം കുറിച്ചു. എന്താണ് ബോട്ട് ക്ലബിന്റെ പേരെന്താണ്? പള്ളാത്തുരുത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ചരിത്രം കുറിച്ചു. എങ്ങനെയാണ് ചരിത്രം കുറിച്ചത്? തുടർച്ചയായി 5 വർഷം കിരീടം നേടുന്ന ക്ലബ്ബായി മാറിയിരിക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. ഓർക്കുക, നെഹ്റു ട്രോഫിയിലാണെന്നതുകൂടി ഓർത്തിരിക്കുക. നെഹ്റു ട്രോഫിയിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. എന്താണ്? തുടർച്ചയായി 5 വർഷം നെഹ്റു ട്രോഫി കിരീടം നേടുന്ന ആദ്യത്തെ ക്ലബ്ബാണ് പള്ളാത്തുരുത്തി. ആവേശപ്പോരിൽ വീയപുരത്തെ മറികടന്നാണ് ഫോട്ടോ ഫിനിഷിൽ കാരിച്ചാൽ ചുണ്ടൻ കപ്പടിച്ചത്. കാരിച്ചാൽ ചുണ്ടൻ തോൽപ്പിച്ചത് ആരെയാണ്? വീയപുരത്തെയാണ്. വീയപുരത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് കാരിച്ചാൽ ചുണ്ടൻ നെഹ്റു ട്രോഫി നേടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഒരു ചരിത്രം ഉണ്ടായിരിക്കുകയാണ്. തുടർച്ചയായി 5 വർഷം കിരീടം നേടുന്ന ആദ്യത്തെ ക്ലബ്ബായി മാറിയിരിക്കുകയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. രാജ്യത്തെ ആദ്യ ആദിവാസി ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. രാജ്യത്തെ ആദ്യ ആദിവാസി ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് കുറ്റിച്ചൽ. ഏതാണ്? കുറ്റിച്ചൽ. രാജ്യത്തെ ആദ്യ ആദിവാസി ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് കുറ്റിച്ചൽ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. വരും ക്ലാസ്സുകളിലൂടെ കൂടുതൽ പോയിന്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്